നമസ്കാരം. വയനാട് ദുരിതാശ്വാസത്തിന്റെ പേരിൽ കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുള്ള രാഷ്ട്രീയ കളി തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായിരിക്കുകയാണ്. LDFനെ പിടിച്ചു നിൽക്കാനുള്ള ഒരേ ഒരു വഴി കേന്ദ്രത്തെ കുറ്റം പറയുക എന്നതല്ലാതെ വേറെ ഒന്നുമില്ല. അല്ലാതെ അവിടെ ടൗൺഷിപ്പ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ അവിടെ അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ എന്ന് പറയേണ്ട കാര്യം മാത്രമല്ല, കർണാടക സർക്കാരിനെ പോലെ, അതായത് എന്തെങ്കിലും ചെയ്തു കൊടുക്കാമെന്ന് കർണാടക സർക്കാർ പറഞ്ഞിട്ട് അതുപോലും മുഖവിലക്കെടുക്കാതെയുള്ള ദുർനടപ്പാണ് LDFന് ഉള്ളത്. നരേന്ദ്രമോദി അത് തന്നില്ല, ഇത് അമിത്ഷാ തന്നില്ല എന്നുള്ള മുട്ടാപ്പോക്ക് ന്യായം പറയാം എന്നതല്ലാതെ കയ്യിലിരിക്കുന്ന നയാ പൈസ എടുത്ത് ചിലവാക്കാൻ പിണറായി സർക്കാരിന് വയ്യ. എങ്ങനെയെങ്കിലും കിട്ടാവുന്ന ഫണ്ട് മൊത്തം മേടിച്ചെടുക്കണം. അതിനി ഒരു ശരീരം മറവ് ചെയ്യാൻ 10 ലക്ഷം ആണെന്നുള്ള കള്ള കണക്ക് പറഞ്ഞാലും അത് കണ്ണും പൂട്ടി വിശ്വസിക്കണം മോദി സർക്കാർ. അതങ്ങ് കൊടുത്തേക്കണം. ഈ രാഷ്ട്രീയ കളി അവസാനിപ്പിക്കണമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ വ്യക്തമാക്കുകയാണ്. വയനാടിന് ആവശ്യമായ കേന്ദ്ര സഹായം അധികം വൈകാതെ ലഭിക്കുമെന്നും അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. അതുകൊണ്ട് അധിക നാൾ പിണറായിക്ക് നാട്ടുകാരുടെ കണ്ണിൽ പൊടി വിതറി ഭരിക്കാൻ കഴിയില്ല എന്നത് സാരം. വയനാടിന്റെ പേരിലുള്ള തരം താണ രാഷ്ട്രീയ മുതലെടുപ്പ് ഇടത് വലത് മുന്നണികൾ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായിരിക്കുകയാണ്. അത് അവസാനിപ്പിക്കാനും ജോർജ് കുര്യൻ താക്കീത് നൽകുകയാണ്. വയനാടിന് ആവശ്യമായ എല്ലാ സഹായവും കേന്ദ്രം ചെയ്തിട്ടുണ്ട്. അത് ഇനിയും തുടരുകയും ചെയ്യും. ദുരന്തമുണ്ടായി മണിക്കൂറുകൾക്കകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്ങോട്ട് വിളിച്ചാണ് കാര്യങ്ങൾ അറിയിച്ചത്. അല്ലാതെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ വിളിച്ച് സഹായം ആവശ്യപ്പെടുക ആയിരുന്നില്ല. അത് മാത്രമല്ല, നരേന്ദ്രമോദി നേരിട്ട് ജോർജ് കുര്യനോട് അവിടെ ചെന്ന് വേണ്ടതെല്ലാം ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ടായിരുന്നു. മുണ്ടും മടക്കി കുത്തി ജോർജ് അന്ന് തൊട്ട് ആ ദുരന്ത മുഖത്ത് എന്തിനും പോന്നവനെ നിൽക്കുന്നത് നമ്മൾ ചാനലുകളിലൂടെ കണ്ട കാഴ്ചയുമാണ്. പാലമടക്കം ഒലിച്ചുപോയ ചൂരൽമലയിലേക്ക് ജോർജ് കുര്യൻ അല്ലാതെ ഒരു നേതാവും എത്തിയിട്ടുണ്ടായിരുന്നില്ല. സൈന്യം ബെയിലി പാലം പൂർത്തിയാക്കിയതിനു ശേഷമാണ് പല നേതാക്കളും അങ്ങോട്ടേക്ക് ചെന്നത്. ജനങ്ങളുടെ ക്ഷേമം ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കളാണെങ്കിൽ ദുരന്തമുഖത്ത് എത്തുകയായിരുന്നു വേണ്ടത്. എന്നാൽ അതിനു പകരം എയർഫോഴ്സ് പണം ആവശ്യപ്പെട്ടെന്ന് പ്രചരിപ്പിച്ച് രാജ്യത്തെ സൈന്യത്തെ അവഹേളിക്കാനാണ് ഇടതു വലത് മുന്നണികൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇതിനൊക്കെ മാപ്പ് പറയണമെന്ന് ജോർജ് കുര്യൻ ആവശ്യപ്പെടുകയാണ്. വയനാട് ദുരന്തത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച കോടികളിൽ 1 രൂപ പോലും ചിലവാക്കാതെയാണ് സംസ്ഥാന സർക്കാർ ഇതൊക്കെ കാണിക്കുന്നത് എന്ന് ഓർക്കേണ്ട കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിച്ച 658 കോടി 42 ലക്ഷം രൂപയിൽ 1 രൂപ പോലും ചെലവഴിച്ചിട്ടില്ല എന്ന് ഔദ്യോഗിക വെബ്സൈറ്റിലെ കണക്കുകൾ വ്യക്തമാക്കുന്ന കാര്യമാണ്. എന്നാൽ അതിനൊന്നും ഒരു വ്യക്തമായ മറുപടിയും നൽകാൻ ഈ സർക്കാരിന് സാധിക്കുന്നുമില്ല. 2018-19 പ്രളയത്തിനും കോവിഡിനും ലഭിച്ച തുകയുടെ സ്രോതസ്സുകൾ പട്ടിക തിരിച്ച് കണക്കുകൾ ലഭ്യമാക്കിയപ്പോൾ വയനാടിന് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ച തുക എന്ന പട്ടിക മാത്രം ഉൾപ്പെടുത്തിയാണ് 658 കോടി 42 ലക്ഷം രൂപയുടെ കണക്കുകൾ കാണിച്ചിട്ടുള്ളത്. ഈ സത്യങ്ങളൊക്കെ BJP തുറന്നു കാട്ടുമ്പോൾ അത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൈയയച്ച് സംഭാവന നൽകുന്ന സാധാരണ ജനങ്ങളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ദുഷ്ട ലക്ഷ്യമാണ് എന്ന് കിടന്ന് കരയുകയാണ് പിണറായി സർക്കാർ. രക്ഷാപ്രവർത്തനത്തിന് വ്യോമസേന പണം ചോദിച്ചു എന്നുള്ള കള്ള പ്രചാരണങ്ങൾ പിണറായി പറഞ്ഞു നടന്നിരുന്നു. 1970 ആംഡ് ഫോഴ്സ് ആക്ട് പ്രകാരവും 1990 ഗവൺമെന്റ് അക്കൗണ്ടിംഗ് റൂൾ പ്രകാരവുമുള്ള നടപടി മാത്രമായിരുന്നു യഥാർത്ഥത്തിൽ അത്. അതായത് വെറും ഒരു ഫോർമാലിറ്റി. പക്ഷെ അതിനെ പോലും കേന്ദ്രം പൈസ സംസ്ഥാനത്തോട് ചോദിച്ചു എന്ന തരത്തിൽ വാർത്തയാക്കി, കള്ള വാർത്തകളാക്കി മാധ്യമങ്ങളും ന്യായീകരണ കമ്മികളും കൊങ്ങികളും കൂടി ചേർന്ന്. വയനാട് മുഖ്യമന്ത്രി ആ 7 അയലത്ത് വന്നില്ല എന്നതാണ് ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ്. എന്നിട്ടും പഴി BJPയിലേക്ക് ചാരാനാണ് കോൺഗ്രസിന്റെയും കമ്മികളുടെയും ശ്രമം.